മിൽമ തൊഴിലാളികളുടെ ഒരു പ്രശ്നം അവരുടെ ബോർഡിന് മുൻപാകെ വെച്ചിരുന്നു. അവിടെ സമരമുണ്ടായിരുന്നു. ആ സമരം പിൻവലിച്ചു. സുലേഖ വീണ്ടും അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അതുമായി സുലേഖ, സമരം തൊഴിലാളികൾ പിൻവലിച്ചു. അവർ മാനേജ്മെൻറ്റിന് മുമ്പാകെ അല്ലെങ്കിൽ മിൽമ ഡയറക്ടർ ബോർഡിന് മുമ്പാകെ എന്തൊക്കെ ആവശ്യങ്ങളാണ് വെച്ചിട്ടുള്ളത്? അത് ഇന്ന് പരിശോധിക്കാനിടയുണ്ടോ? ശരത്ത്, ഈ തൊഴിലാളികൾ, മിൽമ തൊഴിലാളികൾ, പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലെ മിൽമ തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സാധാരണ തൊഴിലാളികൾക്ക് പ്രൊമോഷൻ, കാലോചിതമായ പ്രൊമോഷൻ നൽകുന്നില്ല എന്നുള്ള ആരോപണത്തിന്മേലാണ് തൊഴിലാളികൾ ഇന്നലെ രാവിലെ മുതൽ തിങ്കളാഴ്ച മുതൽ സമരത്തിൽ ഏർപ്പെട്ടിരുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം മിൽമ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. CITU, അതിനൊപ്പം തന്നെ INTUC എന്നീ രണ്ട് സംഘടനകളുടെ ഭാഗമായിട്ടുള്ള തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കാളികളായിരുന്നു. ഈ തൊഴിലാളികൾ സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ മിൽമയുടെ ഉൽപ്പന്നങ്ങളുടെ വിതരണം അത് മുടങ്ങുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രൊമോഷൻ ആയിരുന്നു ഇതിൽ തൊഴിലാളികൾ എടുത്തു കാട്ടുന്ന ഒരു വിഷയം. പ്രൊമോഷൻ അത് കൃത്യമായി നൽകുന്നില്ല എന്നതാണ് തൊഴിലാളികൾ ഉന്നയിച്ച മുഖ്യമായ ആവശ്യം. അതെന്തായാലും ഇന്നലെ മിൽമ ചെയർപേഴ്സൺ നടത്തിയ ഈ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ അതിൽ ഒരു തത്വപരമായുള്ള ഒരു പരിഹാരം കണ്ടിരുന്നു. എന്തായാലും മിൽമ ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിൽ ഈ ഉറപ്പ് തൊഴിലാളികൾക്ക്, അതെ, തത്വത്തിൽ ധാരണയുണ്ടായിരുന്നു. ഇന്നെന്തായാലും മിൽമ ബോർഡ് ചേരുന്നുണ്ട്. അതിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ കൃത്യമായ, തൊഴിലാളികൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു തീരുമാനം ഈ ബോർഡ് മീറ്റിംഗിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രിയോട് തന്നെ സുലേഖ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. മിൽമ ഡയറക്ടർ ബോർഡ് ഇന്ന് ചേരുന്നുണ്ട്. തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അവരിപ്പോൾ സമരം പിൻവലിച്ചിട്ടുണ്ട്. ആ സമരം പിൻവലിക്കാൻ തന്നെ കാരണം അവരുന്നയിച്ച പ്രശ്നങ്ങൾക്ക് അനുഭാവപൂർവമായ ഒരു നടപടി ഉണ്ടാകും എന്നൊരു ഏതാണ്ട് ഉറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചു. ഇന്ന് ഡയറക്ടർ ബോർഡിലാണ് ഈ തീരുമാനങ്ങളൊക്കെ വരേണ്ടത്. ആ ഡയറക്ടർ ബോർഡ് ഇന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ. ശരി സുലേഖ, താങ്ക് യു.